ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് വരച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ അളവുകളും അടയാളപ്പെടുത്തണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ബാക്ക് സൈഡിൽ ഇവിടുന്ന് എത്ര വരെ നീളം വേണം അത്ര വരെയാണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ബാക്ക് സൈഡിൽ പോയിട്ട് നോക്കണം. ഇവിടുന്ന് ഷോൾഡറിന് എത്ര വരെ, ബാക്കിൽ എത്ര വരെ നീളം. ഫ്രണ്ടിൽ ഒരിക്കലും നീളം എടുക്കരുത്, ബാക്കിൽ തന്നെയാണ് നീളം എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ ഇതാ ഇവിടുന്ന് നമ്മളൊരു കൈയുടെ ജോയിൻ്റ് ഉണ്ടാവുമല്ലോ, ആ ജോയിൻറ്റിൽ നിന്ന് ഈ ജോയിൻറ്റിൽ നിന്ന് നമുക്ക് അവിടെ ഒരു ബോൺ ഉണ്ടാവും, ഒരു എല്ലുണ്ടാവും. ആ എല്ല് തൊട്ടിട്ട് ഇപ്പുറത്തെ എല്ല് വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. ആ എല്ലോട്ടിട്ട്, അല്ലാതെ കൈയുടെ ഇവിടം വരെയൊന്നും എടുക്കരുത്, ഇവിടം മുതൽ ഇവിടം വരെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഷോൾഡർ എടുക്കുക. അപ്പോൾ അതാ ഇവിടം മുതൽ ഇവിടം വരെ എത്രയാണോ നീളം വേണ്ടത് അത് ഷോൾഡർ ആക്കി, എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കണം. അതിനുശേഷം ഷോൾഡർ ഈ ബോണിൽ നിന്ന് ഈ ബോണിലേക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ പിന്നെയുള്ളത് നെക്കളവൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് എടുത്താൽ മതി. ഇങ്ങനെ പിടിക്കുക, ഇങ്ങോട്ടേക്ക് അളക്കുക. അതുപോലെ തന്നെ ബാക്കിൽ എത്ര ലെങ്ത്ത് വേണം അത്രയും ലെങ്ത്തിൽ എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ, ആം ഹോളിൻ്റെ കക്ഷത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അളവെടുക്കണം. ടാപ്പ് അപ്പുറത്തൂടെ ചുറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു അളവെടുക്കണം. അതാണ് ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത്. ഓക്കെ, ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ബ്രസ്റ്റിൻ്റെ അടുക്കുള്ള അളവല്ല, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവാണ് ബ്രസ്റ്റ് അളവ് എന്ന് പറയുന്നത്. ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത്. ഓക്കെ, ബസ്റ്റ് അളവാണ്. ബസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഉണ്ടല്ലോ, ചെസ്റ്റ് ചുറ്റിയിട്ട് അളവെടുക്കുന്നതാണ് ചെസ്റ്റ് അളവ്. ഒരു ഫിംഗർ ഇങ്ങനെ ഉള്ളിലിട്ടിട്ട് കറക്റ്റാക്കി പിടിച്ചാൽ, ലൂസും കൊടുക്കരുത് ടൈറ്റും കൊടുക്കരുത്, കറക്റ്റാക്കിയിട്ട് പിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അളവുകൾ. ഏകദേശം ഈ ചെസ്റ്റിൻ്റെ അളവിൽ നിന്ന് ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ വ്യത്യാസം കൂടുതൽ ബസ്റ്റിൽ സാധാരണ വരും. ചില മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഏകദേശം 2 കണക്ക് തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ഈ ബ്ലൗസിൽ ഇത് 2 അളവുകളും എന്തായാലും എടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഈ ബ്രസ്റ്റ് ഉണ്ടല്ലോ, ആ ബ്രസ്റ്റ് ഏറ്റവും ബ്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം, ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ബ്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം വരെ അത് എന്തായാലും നിങ്ങൾ എടുത്തിരിക്കണം. ഏകദേശം വെച്ച് 12.5 13.5 അങ്ങനെയൊന്നും വെച്ചാൽ പോരാ. നിങ്ങൾക്ക് അളവെടുക്കാനുണ്ടെങ്കിൽ, ആളുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഒരു ബ്രസ്റ്റ് അളവ് എടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ബ്രസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ബ്രാ കുറച്ചുകൂടെ കയറ്റി വെച്ച് നല്ല നീറ്റാക്കിയിട്ട്, അല്ലാണ്ട് സാഗി ആയിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അളവ് കംപ്ലീറ്റ് മാറും. മാക്സിമം ടൈറ്റാക്കി വെച്ച്, നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ എങ്ങനെയാണ് ടൈറ്റാക്കി വെക്കുക അതുപോലെ ടൈറ്റാക്കി വെച്ചിട്ട് വേണം ഈ ബ്രസ്റ്റിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോവും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതെന്തായാലും എടുക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ടക്ക് പോയിൻ്റ് ഉണ്ടല്ലോ, മെയിൻ ടക്ക് പോയിൻ്റ്, ആ ടക്ക് പോയിൻ്റ് നമ്മൾ നിപ്പിൾ പോയിൻ്റ് എടുക്കണം. ഇവിടുന്ന് ഷോൾഡറിന് ഇവിടുന്ന് എടുക്കണം. അപ്പോൾ ഈ അളവ് വേറെയാണ്, ഷോൾഡറിന് നിപ്പിൾ പോയിൻ്റ് വരെയുള്ള അളവ് വേറെയാണ്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും എടുത്തിരിക്കണം. പിന്നെയുള്ളത് ഈ 2 നിപ്പിളും തമ്മിലുള്ള അകലാണ്. അത് ജസ്റ്റ് ടാപ്പ് വെച്ചിട്ട് ഒരു നിപ്പിളിൽ നിന്ന് മറ്റേ നിപ്പിളിലേക്ക് അളന്നെടുക്കണം. ഏകദേശം ഒരു 7 ഇഞ്ച് 7.5 ഇഞ്ച് അങ്ങനെ ആ റേഞ്ചിൽ വരും. അതുകൊണ്ട് ഏകദേശമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നാൽ നമ്മളെ നിപ്പിൾ പോയിൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ടക്ക്, മെയിൻ ടക്ക് കറക്റ്റായിട്ട് വന്ന് നിൽക്കും. അപ്പോഴാണ് നല്ല ഭംഗിയിൽ സാരി ബ്ലൗസ് വേറെ ഇത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ഉള്ളത് വേസ്റ്റാണ്. വേസ്റ്റ് നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എടുക്കില്ല, ആ ടോട്ടൽ ലെങ്ത്ത് ചുറ്റിയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് എത്ര വരെയാണോ നീളം വേണ്ടത് ആ നീളത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് കുറച്ച് ടൈറ്റ് ആക്കിയിട്ട്, അതായത് ഫ്രണ്ട് നമ്മൾ കുറച്ച് ടൈറ്റ് ആക്കിയിടുമല്ലോ, അപ്പോൾ ബ്ലൗസിൽ വേസ്റ്റ് ഭാഗത്ത് ടൈറ്റാക്കി ഇടണം. എന്നാലേ നമ്മൾ ഇവിടെയൊക്കെയുള്ള ലൂസുകളൊക്കെ മാറിക്കിട്ടും. ഇവിടെയൊക്കെ ലൂസായിട്ട് ഇവിടെയും ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അഴിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ചുരിദാർ പോലെയല്ല, ബ്ലൗസ് എന്ന് പറയുമ്പോൾ ബ്ലൗസാണ്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു അളവെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ടക്കിനൊന്നും
നമുക്കിപ്പോൾ ആവശ്യമൊന്നും അതിൻ്റെ ഉള്ള അളവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും അളവുകൾ വേണം. പിന്നെ ഉള്ളത് ആം ഹോൾ റൗണ്ട് ഇതാ ഇതുപോലെ തന്നെ ചുറ്റിയിട്ട് ടാപ്പ് ചുറ്റിയിട്ട് കൈ ഇങ്ങനെ പൊക്കി വെക്കാൻ പറയാം. എന്നിട്ട് കൈ പൊക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലൂടെ ചുറ്റിയിട്ട് ടാപ്പ് എടുക്കുക. എന്നിട്ട് കൈ താഴ്ത്തി ഇടാൻ പറയാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലൂസിൽ കിട്ടും. അപ്പോൾ അത് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ അളവെടുക്കാം. ഓക്കെ, ആദ്യം കൈ അകത്തി വെക്കാൻ പറയാം, എന്നിട്ട് ചുറ്റി വെക്കുക, എന്നിട്ട് താഴോട്ടേക്ക് സാധാരണ പോലെ കൈ വെക്കാൻ പറയാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ആം ഹോൾ അത് കറക്റ്റായിരിക്കും. അത് കറക്റ്റാക്കിയിട്ട് അങ്ങനെ തന്നെ ഇപ്പോൾ എത്രയാണ് 15 15.5 കിട്ടുന്നത്, അതൊക്കെ അങ്ങനെ തന്നെ കറക്റ്റാക്കിയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെയുള്ളത് അപ്പോൾ ഈ ബസ്റ്റ് ലെങ്ത്ത്, ബസ്റ്റ് ടക്ക് പോയിൻ്റ് അതൊക്കെ കറക്റ്റായിരിക്കണം. അത് എന്തായാലും എടുക്കണം. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, എന്തായാലും മാറ്റം ഉണ്ടാവും. ഒരാളെ ബോഡി പോലെ ആയിരിക്കില്ല, ഒരാളെ കൈ പോലെ ആയിരിക്കില്ല, ഒരാളെ ബോഡി, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആം ഹോളൊക്കെ ലൂസ് വന്നു കഴിഞ്ഞാൽ ഷോൾഡറൊക്കെ താഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇവിടുന്ന് എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കാം. എന്നിട്ട് അതിൻ്റെ റൗണ്ടും ചുറ്റിയിട്ട് റൗണ്ട് എടുക്കുക. അതൊക്കെ കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെയുള്ള ഒരളവാണ് ബൈസെപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ആം ഹോൾ ഉണ്ടല്ലോ, ഈ ഒരു അവിടുന്ന് ഏകദേശം ഒരു 3 അതായത് നമ്മൾ ഈ മസിലുണ്ടല്ലോ, ഇവിടെ മസിൽ വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ അളവാണ് ഇങ്ങനെ ചുറ്റിയിട്ട്. അതായത് ആം ഹോൾ റൗണ്ട് ഇങ്ങനെ എടുക്കുക, നേരെ അവിടെ നിന്ന് തന്നെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ചുറ്റിയിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതും ബൈസെപ്പ് എന്തായാലും എടുക്കണം. എങ്ങനെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലൂസ് വരും. അതുകൊണ്ട് ആ ബൈസെപ്പും കൊടുക്കണം. ഓക്കെ, ഇനി ബാക്കിലെ നെക്ക് നിങ്ങൾക്കറിയാമല്ലോ, ബാക്കിലെ നെക്ക് എത്രയാണ് നീളം എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് എടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ബ്ലൗസിന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അത് ജസ്റ്റ് അളന്നിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ.